SRTC ഡബിൾ ഡെക്കർ ബസിന്റെ കണ്ടക്ടർ വിജിലൻസ് പിടിയിലായി. വിനോദയാത്രയ്ക്ക് എത്തിയവർക്ക് ടിക്കറ്റ് നൽകിയില്ല, പക്ഷേ പണം വാങ്ങി. വിവരങ്ങൾ. ഈ KSRTCയുടെ തന്നെ മൂന്നാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഹനങ്ങളിലൊന്നാണ് ഈ ഡബിൾ ഡെക്കർ ബസ്. റോയൽ വ്യൂ എന്നാണ് പറയുന്നത്. മുകളിൽ നിന്നുകൊണ്ട് മൂന്നാറിൻ്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ നേരിട്ടെത്തുന്ന ഒരു വണ്ടി കൂടിയാണ്. 400 രൂപയാണ് ടിക്കറ്റ് ചാർജ്. കഴിഞ്ഞ ദിവസം ചിന്നക്കനാലിൽ നിന്ന് ഈ വാഹനം മൂന്നാറിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ വണ്ടിയിൽ യാത്രക്കാരിയായി നിന്ന് 400 രൂപ ബസ്സിൻ്റെ കണ്ടക്ടറായിരുന്ന പ്രിൻസ് ചാക്കോ രാജകുമാരി സ്വദേശിയാണ് വാങ്ങിക്കുന്നത്. പണം വാങ്ങി നേരെ കീശയിലേക്ക് ഇടുകയാണ് ചെയ്തത്. പകരം ടിക്കറ്റ് കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. പ്രിൻസ് ചാക്കോയ്ക്കെതിരെ നേരത്തെയും ഇതുപോലുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് ഈ വാഹനത്തിൽ തിരുവനന്തപുരത്ത് നിന്നുള്ള KSRTCയുടെ വിജിലൻസ് സംഘം കൂടി യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു. ഈ വിജിലൻസ് സംഘം തന്നെയാണ് ഇയാളെ കൈയോടെ കസ്റ്റഡിയിലെടുക്കുന്നതും ബസ്സിൽ നിന്ന് കൊണ്ടുപോവുകയും ചെയ്തത്. വകുപ്പ് തല നടപടികളിലേക്ക് കടക്കും എന്നുള്ള കാര്യമാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഇതിനു മുമ്പും ഇത്തരത്തിൽ കൃത്യം നടത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് വിജിലൻസിൻ്റെ പ്രത്യേക സംഘം ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമാണ്, അവിചാരിതമായി സംഭവിച്ചതാണ് എന്നെല്ലാം പ്രിൻസ് പറയുന്നുണ്ടായിരുന്നെങ്കിലും അത് അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. 2 ആഴ്ച മുമ്പാണ് ഇതേ വാഹനം തന്നെ നിയന്ത്രണം വിട്ടിടിച്ചതിൻ്റെ പുറത്ത് ഇതിൻ്റെ കണ്ടക്ടർ കം ഡ്രൈവറായിട്ടിരുന്ന മറ്റൊരാളെ സസ്പെൻഡ് ചെയ്യുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ആ സമയത്ത് ഈ വാഹനത്തിലുണ്ടായിരുന്ന ഒരാൾ കൂടിയായിരുന്നു പ്രിൻസ് ചാക്കോ. എന്താണെങ്കിലും സംഭവം ഏറെ വിവാദമായതോടുകൂടി ജില്ലയിൽ പൊതുവിൽ പരിശോധന ശക്തമാക്കാൻ തന്നെയാണ് വിജിലൻസിൻ്റെ തീരുമാനം.